കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധ സമരം കഴിഞ്ഞു. അത് യഥാർത്ഥത്തിൽ രാജിയായതാണ്. ആ രീതിയിൽ അവരാവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചതിന് ശേഷം അങ്ങനെ അവർ സമരം നിർത്തി. അപ്പോൾ സമരം നിർത്തി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാക്ക് പാലിക്കുക എന്ന് പറയുന്നത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അയാൾ രാജിവെക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി അതാദ്യമേ നടന്നു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ കേസെടുത്ത ഈ പിള്ളേരുടെ പേർക്ക് എടുത്തേക്കുന്ന കേസുകൾ, ഇത് യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പേരിൽ എടുത്തേക്കുന്ന കേസുകളൊക്കെ അതെല്ലാം പിൻവലിക്കണമെന്ന് പറഞ്ഞു. അത് സമ്മതിച്ചാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ അതിൽ നിന്ന് പതുക്കെ അങ്ങ് ഊരി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറ്റുന്നതല്ല. അത് ഓരോ കേസ് വേറെ മുൻ കേസുകളൊന്നും ഇല്ലാത്ത ആളുകളുടെ കാര്യമാണ് ഉള്ളത്. മറ്റ് കേസുകളിൽ പെട്ടവർ ആണെന്നുണ്ടെങ്കിൽ പിൻവലിക്കാൻ പറ്റുകയില്ല എന്നുള്ള രീതിയിലൊക്കെ പോയി. അത് വീണ്ടും സമരം വിളിച്ചു വരുത്താനുള്ള വഴിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ. ഇനി ഈ മാത്രമല്ല, പിന്നെ അതായത് ഈ നീറ്റ് പരീക്ഷ റദ്ദായപ്പോൾ അതിൽ ഒരു ഏതാണ്ട് 27 കുട്ടികളോളം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ ഒരാൾക്ക് വെച്ച് കൊടുക്കണം. അത് സമ്മതിച്ചു. അതിൽ നിന്നൊന്നും സർക്കാർ പുറകോട്ട് പോകുന്നു എന്ന് ഇതുവരെ വന്നിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷേ അവിടെ ഇപ്പോൾ കുട്ടികളൊക്കെ കൂടിയിരിക്കുമ്പോൾ ഈ പറയുമ്പോഴും ഈ മുദ്രാവാക്യം വിളിക്കുമ്പോഴും ഒക്കെ അനാവശ്യങ്ങളൊക്കെ ചിലപ്പം വിളിച്ച് പറഞ്ഞെന്നിരിക്കും. അതങ്ങനെയാണ്, അതിനകത്തുള്ളതാണ്. അത് വരും. അങ്ങനെ പറഞ്ഞേക്കുന്ന ഏതോ ഒരു കുട്ടി പ്രധാനമന്ത്രിയെ തെറി പറഞ്ഞെന്ന് അസഭ്യം പറഞ്ഞു. അതിന് പ്രധാനമന്ത്രി മഹാനായ ഗോപാലകൃഷ്ണനോട് മഹാനായ പ്രധാനമന്ത്രി ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. അതിനുശേഷം ഈ 15-കാരി പെൺകുട്ടി അതിൻ്റെ അമ്മയും കൂടെ അവിടെ വീട് ഉപേക്ഷിച്ച് ഒളിച്ച് വേറെ എവിടെ പോയി താമസിക്കുക. കാര്യം അവിടെ ഗുണ്ടകളെ അയക്കുകയാണ് മാപ്പ് പറയിക്കാൻ ഓരോ സ്ഥലങ്ങളിലും. ഇപ്പം ആ രീതിയാണ് വന്നേക്കുന്നത്. അത് ഇന്ന് ഗുണ്ടകളെ അയക്കുന്ന വിവരം, ഗുണ്ടകളെ അയച്ച് മാപ്പ് വാങ്ങിക്കുന്ന വിവരം ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞത് വേറെ ആരുമല്ല, നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അതിൽ ഈ സമരത്തിൽ പങ്കെടുത്ത, അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആളുകൾ, അതിൽ പങ്കെടുത്ത ആളുകളും ഉണ്ടായിരുന്നു. ഓരോരുത്തരും അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങൾ ആ പത്രസമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കുന്നതും കേട്ടു. ഇവിടെ ഇപ്പോൾ 2 കൂട്ടരും ഒരേപോലെ ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇത്രയും ദിവസമായിട്ടും ഈ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോ അതേപോലെ തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായോ സഭയിലെത്തി ഇതിനെക്കുറിച്ച് വിശദീകരണം നൽകാൻ തയ്യാറായിട്ടില്ല. സഭ കൂടിയിട്ടുണ്ട്, ഇത്രയും നാളായിട്ട് സഭ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിൻ്റർ സെഷൻ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മഹാമാര് ആ പരിസരത്ത് വരത്തില്ല. അതായത് അമിത്ഷാ ആണെങ്കിൽ പാർലമെൻറ്റിലുണ്ട്, പക്ഷേ സഭയെ വരത്തില്ല. കാര്യം വന്നാൽ ഇത് പറയാനുള്ള വിവരം കാണത്തില്ല, അറിഞ്ഞൂടാ, അല്ലെങ്കിൽ ചമ്മൽ പറയാൻ എങ്ങനെ പറയും എന്നുള്ളതിനെക്കുറിച്ച്. മാത്രമല്ല, പറയുമ്പം നല്ല വൃത്തിയായിട്ട് കേൾക്കേണ്ടതായിട്ട് വരും. കാരണം പ്രതിപക്ഷം ഇതിനെ ചോദ്യം ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം എന്താണെന്നറിയോ, ഇത് അങ്ങോട്ട് വരത്തില്ല, ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. പാർലമെൻറ്റിലുണ്ടെങ്കിൽ പോലും സഭയിലെത്തത്തില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണെങ്കിൽ ഈ നുള്ളിപ്പറിച്ചെടുത്ത ആളുകളുണ്ടല്ലോ, പ്രതിപക്ഷത്തെ കീറി മുറിച്ചെടുത്ത MP-മാർ, അതായത് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വന്ന MP-മാർ ഏതാണ്ട് 10-30 പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഒരു വിരുന്ന് നടത്തി. ഇതിന് സഭ വരത്തില്ല. ഇതിൻ്റെ അവരൊക്കെ വേണ്ട ക്ലാസ് കൊടുക്കുകയാണ്, എന്തൊക്കെ വേണം, സഭയിൽ എന്തൊക്കെ ചെയ്യണമെന്ന്. സഭയിൽ വരാൻ ധൈര്യമില്ലാത്ത ഒരു പ്രധാനമന്ത്രി സഭയിൽ വരാൻ പോകുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ അവിടെ പണിയണം, ഏതൊക്കെ വിധത്തിൽ ഈ ഗവൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ട്യൂഷൻ എടുത്ത് വിടുകയാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, അപ്പോൾ കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ച് വച്ചേക്കുന്നത്. അപ്പോൾ ഏതായാലും ശരി, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനും
ഉള്ള അവകാശം എല്ലാ പൗരന്മാർക്കും ഉള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ പാർലമെൻറ്റേറിയൻസിന് നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നവർക്ക് അവർക്ക് സഭയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനും ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ മറുപടി വാങ്ങാനും ഉള്ള അവകാശവും അധികാരമുണ്ട്. അപ്പോൾ അത് വിനിയോഗിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിന് മറുപടി പറയേണ്ട ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ പരിസരത്ത് വരത്തില്ല. അതായത് ഈ കുട്ടികളെ, ഈ യുവാക്കളെയും അവിടെ ചെയ്ത പണി എന്നൊക്കെ പറഞ്ഞാൽ ഈ ആണി നിറച്ച ലാത്തി കൊണ്ട് അടിച്ചു, ഇത് ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു. ഇതാണ് പ്രശ്നം. ഇതൊക്കെ മറുപടി പറയേണ്ടത് ആരാണ്? ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് അമിത്ഷാ ആണ്. അല്ലെങ്കിൽ അയാൾ ആ ഭാഗത്ത് അതിൽ നിന്ന് രാജിവെച്ച് പോകണം. അത് അയാൾ തയ്യാറാവത്തില്ലല്ലോ. ഞാൻ ആഭ്യന്തര വകുപ്പ് അങ്ങ് രാജിവെച്ച് കഴിഞ്ഞാൽ അയാൾ വരണമെന്നൊന്നുമില്ല. വേറെ ആരാ അതിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയെന്ന് പറഞ്ഞാൽ അവർ വന്നോളൂ. അത് രാജിയും വെക്കത്തില്ല, ഇവിടെ വരുത്തുമില്ല. ഇതാണ് നമ്മുടെ ഇന്ന് കാണുന്ന ജനാധിപത്യം. എന്താ ജനാധിപത്യം ഇത്? ഇതാണോ ജനാധിപത്യം? പിന്നെ ഇതിനൊക്കെ ഉത്തരം കിട്ടാനുള്ള അവകാശമില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി CJP അന്ത്യശാസനം കൊടുത്തേക്കാണ്. ഇവർ സഭയെ വരാതിരിക്കുന്നത് ശരിയായിട്ട് ഒരു സഭയെ വരണം, അതിന് മറുപടി പറയണം. എന്തുകൊണ്ട് ഇവർ വരുന്നില്ല എന്നവർ ചോദിച്ചേക്കാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഇത് ചോദിക്കുന്നു, ഒന്നും നടക്കത്തില്ല. ഇവിടുത്തെ പ്രതിപക്ഷം പറയുന്നു, ഒന്നും കേൾക്കത്തില്ലല്ലോ. പ്രതിപക്ഷത്തിനെ നിർവീര്യമാക്കാനുള്ള മാർഗമാണ് നോക്കുന്നത്. അല്ലാതെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ശരിയായ പ്രശ്നങ്ങളിൽ മറുപടി പറയുക എന്നുള്ളതിന് പകരം എങ്ങനെ അത് തല്ലിപ്പിരിച്ച് അതിൽ നിന്ന് ആളുകളെ ഊറ്റിയെടുക്കാം എന്നുള്ള വൃത്തികെട്ട രീതിയാണ് ഇവിടെ നോക്കുന്നത്. ഇതാണോ ജനാധിപത്യം? ഇതൊന്നും ജനാധിപത്യമല്ല. കാരണം ഇവർക്കെതിരെ മത്സരിച്ച് ജയിച്ചു വന്ന ആളുകൾ അവരെ പിടിച്ച് ഈ കൂട്ടത്തിൽ ചേർക്കുക, അതാണോ ജനാധിപത്യം? ഇതൊന്നും ജനാധിപത്യം എന്ന് പറയുന്ന പ്രക്രിയ അല്ല. ഇനി അപ്പോൾ അത് ഞാൻ പോട്ടെ, ഇനി അത് കൊണ്ടുപോയിട്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്തൊക്കെ പറഞ്ഞാൽ പോലും ഈ രണ്ടെണ്ണവും സഭയിൽ വരുമെന്നും ഇതിനെക്കുറിച്ച് തുറക്കുമെന്നും നമുക്ക് വിചാരിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ഗുണ്ടകളെ ഇപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലയച്ചിട്ട് മാപ്പ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ പരിപാടി. ഇതൊക്കെ ശരിയാണോ എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഒന്ന് ആലോചിക്കണം, ചിന്തിക്കണം. പോട്ടെ, ഇനി അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതിയിൽ ഇത് കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ ഉള്ള കേസ് വന്നു. അതായത് അവരവിടെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. ജൂലൈ 20-നാണ് അവരെ ആവശ്യമില്ലാതെ ഇഷ്ടം പോലെ അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത പെൺപിള്ളേരെ ഉണ്ടല്ലോ, പെൺകുട്ടികളെ അവരുടെ ശരീരത്തെ പല ഭാഗത്തും പിടിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്തതാണ്. ലൈംഗികമായിട്ട് അവരെ ഉപദ്രവിച്ചതാണ്. പോലീസുകാരെന്നുള്ള വ്യാജേന വന്നേക്കുന്ന ഗുണ്ടകളോ ഇതാ ചെയ്തേക്കുന്നവരെ. അവരെ പോലീസുകാരെന്ന് പറയുന്നവർ ഈ വന്നേക്കുന്നവന്മാർക്കുണ്ടല്ലോ, അവർക്ക് നെയിം പ്ലേറ്റ് ഇല്ല, അവരുടെ നമ്പരില്ല, ബാഡ്ജില്ല. ഇതൊക്കെ കൊണ്ടാണ് ഇവനൊക്കെ പോലീസുകാരനാണെന്ന് ആർക്കും അറിയാൻ ഒക്കത്തില്ല. അവരുടെ എല്ലാം ഫോട്ടോകളൊക്കെ ഉണ്ട്. അത് സുപ്രീം കോടതിയിൽ ഇതൊക്കെ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ കോടതി കാണാനും ഒരു മനസ്സ് കാണിക്കണ്ടേ? ഞങ്ങൾക്ക് വി ഡോണ്ട് ഹാവ് ടൈം, സമയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കണ്ടോന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അവിടെ ഹാജരാക്കി ഇതെല്ലാം എടുത്ത് കാണിക്കാൻ തയ്യാറായിരുന്നു അഭിഭാഷകൻ. ഇനി സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞത്, അതായത് ഈ കുട്ടികളുണ്ടല്ലോ, ഈ വിദ്യാർത്ഥികൾ, അവരുടെ സമരത്തോട് അവർ അക്രമം കാണിച്ചാൽ പോലും അക്രമം കൊണ്ടല്ല അതിനെ നേരിടേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ ആണി നിറച്ച ലാത്തി കൊണ്ട് അവരെ അടിക്കുകയല്ല, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് അവരെ കണ്ണിച്ച് പൊളിക്കുകയല്ല ചെയ്യേണ്ടത്. കാഴ്ച നഷ്ടപ്പെട്ടു കുട്ടികളുടെ ഒന്നിലധികം പേരുടെ. അപ്പോൾ ഇതിനൊക്കെ ആരും മറുപടി പറയും? അതിന് മറുപടിയാണ് ഇവിടെ അമിത്ഷാ വരേണ്ടത്. പക്ഷേ പറയത്തില്ലല്ലോ, വരത്തില്ല. അപ്പോൾ അക്രമം കൊണ്ടല്ല നേരിടേണ്ടത്, ആ രീതിയിൽ അല്ലാതെ അതൊരു അവധാനതയോടുകൂടി വേണം ഇത് കാണാൻ. അവർ കുട്ടികളെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് നീക്കുപോക്കുണ്ടാക്കണം. അല്ലാതെ ഇങ്ങനല്ല അവർ നേരിടേണ്ടത്. ഇത് വളരെ അക്രമം കൊണ്ട് അവരെ നേരിടാൻ പോരുത്, അക്രമമല്ല വേണ്ടത് പോലീസിന് എന്നുള്ള ശക്തമായ ഒരു സന്ദേശം എന്തുകൊണ്ടോ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. അത് എന്തുമാത്രം ഇവരുടെ ചെവി കയറുമെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ സുപ്രീം കോടതിയുടെ അഭിപ്രായം അത് തന്നെയാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അമിത്ഷായോ പ്രധാനമന്ത്രിയോ സഭയിലെത്തി ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന്. അതിന് സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ ചിലപ്പോൾ ഇനി അബദ്ധം പറ്റി വരുമായിരിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം.